നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓലക്കുടിലെ ജീവിതത്തിൽ നിന്നും കൃപേഷിന്റെ കുടുംബം അടച്ചുറപ്പുള്ള വീട്ടിലേക്ക്. ഹൈബി ഈഡൻ MLAയുടെ തണൽ ഭവന പദ്ധതി പ്രകാരമാണ് കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങിയത്. ഗൃഹപ്രവേശനം വെള്ളിയാഴ്ച നടക്കും. തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ കോൺഗ്രസും BJPയും CPMനെ അക്രമികളുടെ പാർട്ടിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കല്യോട്ട് സംഭവത്തിൽ CPM സ്വീകരിച്ചത് ആത്മാർത്ഥമായ നിലപാടായിരുന്നുവെന്നും കോടിയേരി. അഗ്നിശമന വാരാചരണം. കാഞ്ഞങ്ങാട്ട് കൂട്ടയോട്ടവും അഗ്നിശമന സേനാ വാഹനങ്ങളുടെ റോഡ് ഷോയും സംഘടിപ്പിച്ചു. LDYF മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലി സംഘടിപ്പിച്ചു. മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. വാട്ടർ അതോറിറ്റി പുലിക്കുന്നിൽ സ്ഥാപിക്കുന്ന കുടിവെള്ള ടാങ്ക് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിനെ പിന്തുണയ്ക്കുമെന്ന് കേരള കാമരാജ് കോൺഗ്രസ് നേതാക്കൾ. വിശ്വാസവും ആചാരവും സംരക്ഷിക്കുന്ന മുന്നണി എന്ന നിലയ്ക്കാണ് NDAയെ പിന്തുണയ്ക്കുന്നതെന്നും നേതാക്കൾ. മഞ്ചേശ്വരത്ത് വീടുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ നടുറോട്ടിൽ തള്ളുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. ഓലക്കുടിലെ ജീവിതത്തിൽ നിന്നും കൃപേഷിന്റെ കുടുംബം അടച്ചുറപ്പുള്ള വീട്ടിലേക്ക്. ഹൈബി ഈഡൻ MLAയുടെ തണൽ ഭവന പദ്ധതി പ്രകാരമാണ് കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങിയത്. വലിയ ചടങ്ങുകളൊന്നുമില്ലാതെ വെള്ളിയാഴ്ച ഗൃഹപ്രവേശം നടക്കും. സ്വന്തമായൊരു വീട് എന്നുള്ളത് പെരിയ കല്യോട്ട് കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെ സ്വപ്നമായിരുന്നു. എന്നാൽ ഈ സ്വപ്നം പൂവണിയും മുൻപ് തന്നെ ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി സുഹൃത്തായ ശരത്ലാലിനൊപ്പം കൃപേഷ് കൊലക്കത്തിക്കിരയായി. കൊലപാതകത്തിന് ശേഷം കൃപേഷിന്റെ വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പുറം ലോകമറിയുകയായിരുന്നു. അച്ഛൻ, അമ്മ, 2 സഹോദരിമാർ എന്നിവരടങ്ങുന്ന കൃപേഷിന്റെ കുടുംബം ഓലമേഞ്ഞ ഒറ്റമുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. അത്താണി നഷ്ടപ്പെട്ട കൃപേഷിന്റെ കുടുംബത്തിന്റെ വേദനയും ഓലമേഞ്ഞ ഒറ്റമുറി വീടും ഇവിടെ എത്തിയവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. കല്യോട്ടെത്തിയ ഹൈബി ഈഡൻ MLAയാണ് കൃപേഷിന്റെ കുടുംബം താമസിക്കുന്ന ഓലപ്പുര കണ്ട് വീട് നിർമ്മിച്ചു നൽകുവാൻ സന്നദ്ധത അറിയിച്ചത്. തുടർന്ന് തണൽ ഭവന പദ്ധതിയിലൂടെ കൃപേഷിന്റെ ഓലപ്പുരയുടെ സമീപത്തായി അടച്ചുറപ്പുള്ള മറ്റൊരു വീട് നിർമ്മിക്കുകയായിരുന്നു. 44 ദിവസം കൊണ്ട് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചത്. ഒരു നാടിന്റെ പിന്തുണയോടെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീട് പൂർത്തിയായപ്പോൾ കൃപേഷ് ഇല്ല എന്ന സങ്കടമാണ് ഈ വീട് നിറയെ തളം കെട്ടി നിൽക്കുന്നത്. അച്ഛൻ കൃഷ്ണൻ മകന്റെ ഓർമ്മയിൽ തേങ്ങലടക്കുവാൻ പാടുപെടുന്നത് കണ്ണീരോടുകൂടി മാത്രമേ കാണാനാകൂ. ഞങ്ങളുടെ വേദന എന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാതെ ഞങ്ങളുടെ കൂടെ എത്രയോ കാലം ജീവിക്കേണ്ട മകനെയാണ് അവർ CPMൻ്റെ ഗുണ്ടകൾ ഒരു കാരണം കൂടാതെ അറുത്തിട്ടത്. അതുകൊണ്ട് അവൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളൊക്കെ സാധിച്ച് അച്ഛനമ്മക്കും പെങ്ങന്മാർക്കും അവൻ കൊടുത്തിരിക്കുന്നു. പക്ഷേ അവൻ്റെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്. അവനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടിയതൊന്നും സന്തോഷമൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ മകനായിരുന്നു. പക്ഷെ അവനെ കൊണ്ടുപോയി. ഇനി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് വെച്ചാൽ അവരെ ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ആ കാര്യം ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് മാത്രമാണ് ഞങ്ങളെ ദൈവത്തോടുള്ള പ്രാർത്ഥന. ഏട്ടൻ അകലെയിരുന്ന് എല്ലാം കാണുന്നുണ്ടാകും എന്ന് പറയുമ്പോൾ കുഞ്ഞനുജത്തി കൃഷ്ണപ്രിയയ്ക്കും കരച്ചിലടക്കുവാൻ സാധിക്കുന്നില്ല. വലിയ ചടങ്ങുകളൊന്നുമില്ലാതെ വീടിന്റെ ഗൃഹപ്രവേശം വെള്ളിയാഴ്ച നടക്കും. ഇതിന് സാക്ഷിയാകുവാൻ വീട് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത ഹൈബി ഈഡൻ MLAയും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് KCN. തിരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ കോൺഗ്രസും BJPയും CPMനെ അക്രമികളുടെ പാർട്ടിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പെരിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയ കല്യോട്ടെ സംഭവത്തിൽ CPM സ്വീകരിച്ചത് ആത്മാർത്ഥമായ നിലപാടായിരുന്നു. അത് നടക്കുവാൻ പാടില്ലായിരുന്നുവെന്നും അപലപനീയമാണെന്നും പാർട്ടി അപ്പോൾ തന്നെ പറഞ്ഞതാണ്. എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് മറിച്ചാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ 100 വർഷത്തിനു ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഖേദപ്രകടനത്തിന് തയ്യാറായിട്ടും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് സമാനമെന്ന് EMS പറഞ്ഞ 1987 ചീമേനിയിൽ 5 CPM പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇതുവരെ ഖേദം പ്രകടിപ്പിക്കുവാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ലെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കിയാൽ BJPക്ക് തിരിച്ചടി നേരിടും.
ഇടതുപക്ഷം വിശ്വാസികൾക്കൊപ്പമാണെന്നും ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും കോടിയേരി പറഞ്ഞു. 2004 19 സീറ്റ് നേടിയ LDF ഈ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കും. സംസ്ഥാനത്തെ ജനങ്ങളെ കബളിപ്പിക്കുവാനാണ് CPM-നും ഇടതുപക്ഷത്തിനും രാഹുൽ ഗാന്ധി നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നും കോടിയേരി പറഞ്ഞു. ഇടതുപക്ഷം വിജയിച്ചപ്പോഴാണ് 2004 വാജ്പേയി സർക്കാരിനെ അധികാരം നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞത്. അന്ന് 20-ൽ 18 സീറ്റ് ഇടതുപക്ഷമാണ് ജയിച്ചത്. അതുകൊണ്ട് കേന്ദ്രത്തിൽ BJP പുറത്തായി. 2004 കേരളത്തിൽ UDF-ന് 1 സീറ്റാണ് കിട്ടിയത്. കോൺഗ്രസിന് 1 സീറ്റ് പോലും 2004 കിട്ടിയില്ല. ഈ 2019 കേരളം 2004 ആവർത്തിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ് കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന ആവേശകരമായ മാറ്റങ്ങൾ പ്രകടമാകുന്നത്. കെ രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ TV രാജേഷ്, K കുഞ്ഞിരാമൻ, CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, KV കൃഷ്ണൻ, P അപ്പുക്കുട്ടൻ, VV രമേശൻ, P ജനാർദ്ദനൻ, E പത്മാവതി, K മണികണ്ഠൻ, N ബാലകൃഷ്ണൻ, K രാജമോഹൻ, കുഞ്ഞിരാമൻ നായർ, VT മത്തായി, K ഉണ്ണികൃഷ്ണൻ, മാട്ടുമൽ ഹസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDYF-ന്റെ നേതൃത്വത്തിൽ യുവജന റാലി സംഘടിപ്പിച്ചു. മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയെ RSS-നെ അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ പാർലമെന്റിൽ എതിർക്കാൻ ഉണ്ണിത്താൻ വേണമോ സതീഷ് ചന്ദ്രൻ വേണമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. പാർലമെന്റിനകത്ത് RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ തമ്മാടുത്തുക്കൾക്കും നേരെ വിരൽ ചൂണ്ടാനുള്ള കരുത്ത് UDF-നായിരിക്കുമോ LDF-നായിരിക്കുമോ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനായിരിക്കുമോ കൈപ്പത്തിക്കായിരിക്കുമോ എന്ന വകതിരിവാണ് ഈ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. ആ വകതിരിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വോട്ട് എന്നാണ് ഞങ്ങൾക്ക് രണ്ടാമതായി ഈ ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യം. മംഗൽപാടി ഐല മുതൽ ഉപ്പള വരെയാണ് യുവജന റാലി സംഘടിപ്പിച്ചത്. അജിത് MC അധ്യക്ഷത വഹിച്ചു. ഹനീഫ് ഉപ്പള, PK നിഷാന്ത്, ഹാരിസ് പൈവളിക, നാസർ മളങ്കര, ഹരീഷ് കടമ്പാർ, സാദിഖ് ചെറുകോളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. വാട്ടർ അതോറിറ്റി പുലിക്കുന്നിൽ സ്ഥാപിക്കുന്ന കുടിവെള്ള ടാങ്ക് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. 8 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് പുലിക്കുന്നിൽ പൂർത്തിയാകുന്നത്. പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെമ്മനാട്, മധൂർ, മൊഗ്രാൽപുത്തൂർ, മുളിയാർ തുടങ്ങിയ മേഖലകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാവുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി അനുവദിച്ച 76 കോടി രൂപയുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ടാങ്കിന്റെ നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഈ പ്രാവശ്യം ഈ പുലിക്കുന്ന ഏരിയയിൽ ഭയങ്കര വെള്ളത്തിന് ക്ഷാമമാണ്. എത്രയും പെട്ടെന്ന് ഈ ടാങ്കിൻ്റെ പണി കഴിഞ്ഞാൽ കുറച്ച് സമാധാനമാണ്. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. തൊട്ടടുത്തുള്ള ഈ ഗസ്റ്റ് ഹൗസ് എല്ലാം 3 മാസമായി വെള്ളമില്ലാത്ത PWD ഓഫീസ് ഭയങ്കര ക്ഷാമമാണ്. ഈ ടാങ്കറുകൾ കൊടുത്തിട്ടാണ് വെള്ളം വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ഈ ചെടികളെല്ലാം നശിച്ചു പോകുന്നുണ്ട്. പുലിക്കുന്നിലുണ്ടായിരുന്ന പാർക്കിനുള്ളിലെ തണൽ മരങ്ങൾ മുറിച്ചു നീക്കിയാണ് ടാങ്കിനായി സ്ഥലമൊരുക്കിയത്. ഇത് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ടാങ്കിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായതായും വരുന്ന 6 മാസം കൊണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും വാട്ടർ അതോറിറ്റി ജീവനക്കാർ അറിയിച്ചു. പുലിക്കുന്നിലെ ടാങ്ക് മുതൽ വിദ്യാനഗറിലെ വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ട് വരെയുള്ള 3100 മീറ്ററാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടത്. ഇതിൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള പൈപ്പ് ലൈനിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. ബാക്കിയുള്ള ഭാഗം 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിനെ പിന്തുണയ്ക്കുമെന്ന് കേരള കാമരാജ് കോൺഗ്രസ് ഭാരവാഹികൾ.
മണ്ഡലത്തിൽ തങ്ങൾക്ക് 10,000 വോട്ടുകളുണ്ടെന്നും വിശ്വാസവും ആചാരവും സംരക്ഷിക്കുന്ന മുന്നണി എന്ന നിലയ്ക്കാണ് NDA പിന്തുണയ്ക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ കുമ്മനം രാജശേഖരൻ്റെ വിജയം അത് ഞങ്ങളുടെ വിജയം എന്നുള്ള രീതിയിൽ ഞങ്ങൾ NDAക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പാണ്. അത് കേരളത്തിൽ നടന്നിരിക്കും. അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണം ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ മലബാറിൽ കാസർഗോഡ് ജില്ലയിലും ശക്തമായ ഒരു പ്രചരണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രവീശ തന്ത്രി കുണ്ടറിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ സജീവമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാമരാജ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ജനശ്രദ്ധയിലെത്തിക്കുക എന്നുള്ളതും കൂടിയാണ്. കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി, ഭാരവാഹികളായ PV നരേന്ദ്രൻ, MP രാജേഷ്, രാമകൃഷ്ണൻ വാഴുന്നോറടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി വ്യത്യസ്ത പ്രചാരണവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ. മഞ്ചേശ്വരം 71-ാം ബൂത്ത് ഹിദായത്ത് നഗറിലെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരാണ് വോട്ടുറപ്പിക്കാൻ വ്യത്യസ്ത പ്രചരണം നടത്തുന്നത്. വോട്ടഭ്യർത്ഥനയോടൊപ്പം വീടുകളിലും കവലകളിലും പറവകൾക്കായി മൺചട്ടികളിൽ വെള്ളമൊരുക്കിയാണ് ഹിദായത്ത് നഗറിലെ യൂത്ത് ലീഗ് പ്രവർത്തകർ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി പ്രചരണം നടത്തുന്നത്. കനത്ത ചൂടിൽ പക്ഷികൾക്ക് സഹായമായാണ് ഈ പ്രവർത്തനം നടത്തുന്നതെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റുമായ അന്തരിച്ച ഗോൾഡൻ അബ്ദുൽ ഖാദർ ഹാജിയുടെ വീട്ടിൽ നിന്നാണ് വ്യത്യസ്തമായ ഈ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും UDF പ്രവർത്തകന്മാരുടെയും വ്യത്യസ്തമായ ഒരു പ്രചരണ പരിപാടിയാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. ഹിദായത്ത് നഗർ മേഖലയിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൊടും ചൂടിലും പറവകൾക്ക് വെള്ളമില്ലാതെ അലിഞ്ഞു തിരിയുന്ന ഈ സമയത്ത് പറവകൾക്ക് ഒരു നിറക്കൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് കവലകളിലും വോട്ട് കേട്ട് പോകുന്ന വീടുകളിലുമൊക്കെ ആ വീട്ടിൽ നിന്നും തന്നെ വെള്ളം വാങ്ങി ഞങ്ങൾ തികച്ചും പ്രകൃതിപരമായിട്ടുള്ള മൺചട്ടി കൊണ്ടുവന്ന് ഓരോ വീട്ടുമുറ്റത്തും അവിടെ നിന്ന് വെള്ളം വാങ്ങി പറവകൾക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു മഹത്തായ പരിപാടി. മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഗോൾഡൻ റഹ്മാന്റെ നേതൃത്വത്തിൽ മംഗൽപാടി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PY ആസിഫ്, വാർഡിലെ യൂത്ത് ലീഗ് നേതാക്കളായ ഹമീദ് പൂനെ, ഹനീഫ് ബാവ, സലീം പൂച്ചിറ, സത്താർ KS, ലത്തീഫ് പഞ്ചാര, അഷ്റഫ്, അഫ്സൽ, ഷഫീഖ്, റാഷിദ് പഞ്ചാര, റമീസ് കരകണ്ടം, റിസ്വാൻ, ഷാഹിദ്, മഷൂദ് എന്നിവർ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരത്ത് വീടുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ നടുറോട്ടിൽ തള്ളുന്നതായി പരാതി. സംഭവത്തിൽ നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പ്, പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മംഗൽപാടി പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രം, മംഗൽപാടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ പ്രവർത്തിക്കുന്ന ഐല മൈതാനത്തിന് സമീപത്തുള്ള ജനപ്രിയ റോഡിലാണ് മാലിന്യങ്ങൾ വ്യാപകമായി തള്ളുന്നത്. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ ഇവിടെ തള്ളുന്ന മാലിന്യങ്ങൾ മൃഗങ്ങൾ സമീപത്തെ വീടുകളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും കിണറുകളിലും മറ്റും ഇടുന്നതായും പരാതിയുണ്ട്. ഇതിനു പുറമെ മാലിന്യങ്ങളുള്ള സ്ഥലം ഇഴജന്തുക്കളുടെ കേന്ദ്രമാവുകയും ചെയ്യുന്നു. മാലിന്യങ്ങൾ പല രോഗങ്ങൾക്കും ഇടവരുത്തുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ അധികൃതർ തയ്യാറാകാത്തതാണ് നിയമലംഘനം നടത്തുവാൻ സാമൂഹിക വിരുദ്ധർക്ക് സഹായകരമാകുന്നത്. സംഭവത്തിൽ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അഗ്നിശമന വാരാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് കൂട്ടയോട്ടവും അഗ്നിശമന സേനാ വാഹനങ്ങളുടെ റോഡ് ഷോയും സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി പേർ അണിനിരന്നു. അഗ്നിശമന വാരാചരണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട്ട് കൂട്ടയോട്ടവും അഗ്നിശമന സേനാ വാഹനങ്ങളുടെ റോഡ് ഷോയും സംഘടിപ്പിച്ചത്. നോർത്ത് കോട്ടച്ചേരി പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് തുടങ്ങിയ പരിപാടി കാഞ്ഞങ്ങാട് DYSP TN സജീവ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏറ്റവും വിലമതിക്കുന്നതാണ് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സേവനമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 101 എന്നുള്ള ഒരു കോളിന് പുറത്ത് എത്രയും പെട്ടെന്ന് നമ്മളുടെ
വിളിക്കുന്ന സ്ഥലത്തെത്തുകയും തങ്ങളുടെ ജീവൻ പോലും ശ്രമവൽക്കരിച്ചുകൊണ്ട് അഗ്നിശമനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ അഗ്നിശമന സേനാംഗങ്ങൾ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. കൂട്ടയോട്ടത്തിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളും NAPT സ്റ്റുഡന്റുകളും അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും അണിനിരന്നു. അഗ്നിശമന സേനയുടെ കരുത്ത് വിളിച്ചോതി വാഹനങ്ങളും അകമ്പടി സേവിച്ചു. വാട്ടറസ്റ്റ് ബുള്ളറ്റ് ജീപ്പ്, മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ, ആംബുലൻസ് എമർജൻസി, ടെൻഡർ വാട്ടർ ടെൻഡർ എന്നീ വാഹനങ്ങളാണ് പരിപാടിയിൽ അണിനിരന്നത്. തുടർന്ന് അഗ്നിശമന നിലയത്തിൽ സമാപന യോഗം നടന്നു. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാരാചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉപഹാര വിതരണത്തിന് ഹൊസ്ദുർഗ് CI വിനീഷ് കുമാർ നേതൃത്വം നൽകി. ചടങ്ങിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഗോപാലകൃഷ്ണൻ മാവില സംസാരിച്ചു. കാഞ്ഞങ്ങാട് ലയൺസ് ജനറൽ ബോഡി യോഗം നടന്നു. യോഗത്തിൽ നാടിന് അഭിമാന മുഹൂർത്തം സമ്മാനിച്ച രാവണേശ്വരത്തെ നിതിൻ രാജിനെയും വടകര മുക്കിലെ MP ഫർസീനെയും ആദരിച്ചു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ ജനറൽ ബോഡി യോഗം മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ നടന്നു. പരിപാടി ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ OV സനൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ രാവണേശ്വരത്തെ നിതിൻ രാജിനെയും വേൾഡ് സമ്മർ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഹാൻഡ്ബോളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ വടകര മുക്കിലെ MP ഫർസീനെയും ആദരിച്ചു. കാഞ്ഞങ്ങാട് ലയൺസ് പ്രസിഡന്റ് N അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ A ശ്രീനിവാസ് ഷേണായി, P നാരായണൻ നായർ, PP കുഞ്ഞികൃഷ്ണൻ നായർ, P കുഞ്ഞിരാമൻ നായർ, PV രാഘവൻ, P സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തേപ്പ് തൊഴിലാളിയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂവാരിക്കുണ്ടിലെ ഗംഗാധരനാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് തീവണ്ടി നിർത്തിയിടുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട് സൗത്ത് മൂവാരിക്കുണ്ടിലെ ഗംഗാധരനാണ് തീവണ്ടി തട്ടി മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ നിത്യാനന്ദാശ്രമത്തിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിലാണ് ഗംഗാധരന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടതിനെ തുടർന്ന് ചെറുവത്തൂർ മംഗലാപുരം പാസഞ്ചർ വണ്ടി നിർത്തിയിട്ടു. ഇതേ തുടർന്ന് മറ്റു വണ്ടികളും നിർത്തിയിട്ടു. ഇതോടെ നൂറുകണക്കിന് യാത്രികർ വിവിധ ട്രെയിനുകളിൽ കുടുങ്ങി. കാഞ്ഞങ്ങാട് സൗത്തിനടുത്ത് മൂവാരിക്കുണ്ട് സ്വദേശിയാണ് മരണപ്പെട്ട ഗംഗാധരൻ. സരസ്വതിയാണ് ഭാര്യ. ശരത്, ശ്രുതി, ഷിജി എന്നിവർ മക്കളാണ്. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. 40-ൽ പരം ദിവസങ്ങളിലായി അനുഷ്ഠിച്ചു വരുന്ന വ്രതത്തിന്റെ വിശ്വാസ തീക്ഷണതയിൽ മഹാത്യാഗത്തിന് സ്മരണ പുതുക്കാൻ ക്രൈസ്തവർ ഒന്നിച്ചു. സ്വയം വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരുടെ ശിഷ്യരായിരിക്കുക എന്ന മഹത്വചനം ലോകത്തിന് പകർന്നു നൽകിയ യേശുവിന്റെ മാതൃകയായാണ് പെസഹ വ്യാഴം ആചരിച്ചത്. താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചിയും അരയിൽ ചുറ്റി എന്റെ മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്ന പ്രശസ്തമായ ഗാനം മനസ്സിൽ ആർദ്രമാക്കിക്കൊണ്ടാണ് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നത്. കൂടാതെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് ക്രൈസ്തവ ഭവനങ്ങളിൽ കുരിശപ്പവും ഉണ്ടാക്കി. കാഞ്ഞങ്ങാട് പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൽ പെസഹ ആചരണത്തിന് തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി മുഖ്യ കാർമ്മികത്വം നൽകി. തുടർന്ന് പരിശുദ്ധ കുർബാനയും നടന്നു. പള്ളി വികാരി ഫാദർ ജോൺ പോൾ പാറപ്പള്ളി, ഫാദർ തോമസ് കരിന്തോളിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ്
ദേവാലയത്തിൽ പെസഹ വ്യാഴം ആചരിക്കാൻ എത്തിയത്. പാറപ്പള്ളി മഖാമുറൂസിന് തുടക്കമായി. രാവിലെ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. 22-ന് ഉറൂസ് സമാപിക്കും. പാറപ്പള്ളി മഖാമുറൂസിന് തുടക്കമായി. രാവിലെ 9:30-ന് മഖാം സിറിയസ് നടന്നു. തുടർന്ന് പതാക ഉയർത്തലും നടന്നു. രാത്രി 7:30-ന് നജ്മുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഉസ്താദ് ഹസൻ അർഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. 19-ന് രാവിലെ പ്രാർത്ഥനാ സദസ്സ് നടക്കും. സഫ്വാൻ തങ്ങൾ ഏഴിമല പ്രാർത്ഥനാ സദസ്സിന് കാർമ്മികത്വം നൽകും. 20-ന് രാത്രി അബ്ദുൽ ജലീൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തും. 21-ന് സമാപന സമ്മേളനം സംഘടിപ്പിക്കും. മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. ഷൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയും നടക്കും. 22-ന് മൗലീദ് പാരായണം നടക്കും. ഹസൻ നർഷദി നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓലക്കുടിലെ ജീവിതത്തിൽ നിന്നും കൃപേഷിന്റെ കുടുംബം അടച്ചുറപ്പുള്ള വീട്ടിലേക്ക്. ഹൈബി ഈഡൻ MLAയുടെ തണൽ ഭവന പദ്ധതി പ്രകാരമാണ് കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങിയത്. ഗൃഹപ്രവേശനം വെള്ളിയാഴ്ച നടക്കും. തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ കോൺഗ്രസും BJPയും CPMനെ അക്രമികളുടെ പാർട്ടിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കല്യോട്ട് സംഭവത്തിൽ CPM സ്വീകരിച്ചത് ആത്മാർത്ഥമായ നിലപാടായിരുന്നുവെന്നും കോടിയേരി. അഗ്നിശമന വാരാചരണം. കാഞ്ഞങ്ങാട്ട് കൂട്ടയോട്ടവും അഗ്നിശമന സേനാ വാഹനങ്ങളുടെ റോഡ് ഷോയും സംഘടിപ്പിച്ചു. LDYF മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലി സംഘടിപ്പിച്ചു. മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. വാട്ടർ അതോറിറ്റി പുലിക്കുന്നിൽ സ്ഥാപിക്കുന്ന കുടിവെള്ള ടാങ്ക് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിനെ പിന്തുണയ്ക്കുമെന്ന് കേരള കാമരാജ് കോൺഗ്രസ് നേതാക്കൾ. വിശ്വാസവും ആചാരവും സംരക്ഷിക്കുന്ന മുന്നണി എന്ന നിലയ്ക്കാണ് NDAയെ പിന്തുണയ്ക്കുന്നതെന്നും നേതാക്കൾ. മഞ്ചേശ്വരത്ത് വീടുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ നടുറോട്ടിൽ തള്ളുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.